Cancer doesn't fight one doctor, it challenges the whole team. With the evolutions going on in medicine, cancer treatment has become highly personalized. Each cancer patient can be offered treatments suiting their particular need, and these treatments are going to help them live longer and with a much better quality of life. നല്ലൊരു ശതമാനം ക്യാൻസറുകളും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ സർജറിയിലൂടെ അത് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ചികിത്സ തന്നെ അതോടുകൂടി പൂർണ്ണമാവുകയാണ്. അധികം താമസിക്കാതെ തന്നെ തിരികെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യമാകും വിധത്തിലുള്ള നൂതനമായ സർജറി രീതികൾ ഇന്ന് ലഭ്യമാണ്. രക്താർബുദം കേൾക്കുമ്പോൾ തന്നെ ഭീതി ജനിപ്പിക്കുന്ന അർബുദങ്ങളിൽ ഒന്നാണ് രക്താർബുദം. ബാക്കി മേഖലകളെ പോലെ തന്നെ രക്താർബുദത്തിലും വിസ്ഫോടകരമായ പഠനങ്ങളും പുതിയ ചികിത്സാ രീതികളും എത്തിക്കഴിഞ്ഞു. മുൻപത്തെ പോലെ രക്താർബുദം ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഒരു 80-90% രോഗികൾക്കും രോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് രക്താർബുദത്തിന്റെ ചികിത്സ മുന്നേറിക്കഴിഞ്ഞു. ആധുനിക ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി ഒരു വലിയ വിഭാഗം പേഷ്യൻസിനും ഏതെങ്കിലും ഘട്ടത്തിൽ റേഡിയേഷൻ ചികിത്സ ആവശ്യമായി വരാറുണ്ട്. ഇന്നത്തെ നൂതന റേഡിയേഷൻ ചികിത്സാ രീതികൾ വഴിയായി വളരെ കൃത്യതയോടെ പാർശ്വഫലങ്ങൾ കുറഞ്ഞ രീതിയിൽ റേഡിയേഷൻ ചികിത്സ നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. Nuclear medicine and molecular imaging has now become the mainstay in early detection, response assessment, and follow-up of patients with cancers. Of late, with multiple new molecules, we are able to offer more accurate and disease-specific imaging options and also advanced treatments. So early detection definitely leads to saving a lot of lives, and with recent advances in breast imaging and the gadgets that we have, we are able to detect breast cancer much before symptoms develop in patients. ക്യാൻസർ ചികിത്സയുടെ കൂടെ പാലിയേറ്റീവ് കെയർ കൂടി ചേരുമ്പോൾ സുഖത്തോടെയും സമാധാനത്തോടെയും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം.